സാർ, തമിഴക വെട്രികഴക നേതാവ് നടൻ വിജയിൻ്റെ രാഷ്ട്രീയ റാലിയിൽ പങ്കെടുക്കാനെത്തി 40 പേരാണ് കൊല്ലപ്പെട്ടത്. ശരിക്കും ഇത്രയും വലിയൊരു ദുരന്തം മുമ്പ് ഉണ്ടായതായിട്ട് പോലും നമ്മൾ കേട്ടിട്ടില്ല. സാർ, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക? തമിഴ്നാട്ടിൽ ഈ സ്റ്റാമ്പീഡുകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇത്രയും ആളുകൾ മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് സ്റ്റാലിൻ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വിജയ് ഈ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടല്ലോ, തിരിച്ച് എയർപോർട്ടിലേക്ക് പോയിട്ട് പിന്നെ ചെന്നൈയിലേക്ക് പോയി. അദ്ദേഹവും മൗനം ഭഞ്ജിച്ച് ഐ ആം ഷാറ്റേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും തകർന്നു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ, ആളുകൾ മുതുകത്ത് കയറില്ലേ. അപ്പോൾ ഇത് നാമക്കല്ല് ഒരു ചടങ്ങുണ്ടായിരുന്നു വിജയുടെ, ജോസഫ് വിജയ് എന്നാണല്ലോ പേര്. നാമക്കല്ല് ചടങ്ങിന് ശേഷം ഇവിടെ എത്താനായിട്ട്, ഈ സ്ഥലത്ത് എത്താനായിട്ട് വൈകി. അപ്പോൾ ഇത് കരൂരിലാണ് ഈ സംഭവം. കരൂർ ഈറോഡ് ഹൈവേയിൽ വേലു സമയപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നടന്നിരിക്കുന്നത്. ഈ സെൻട്രൽ കരൂരിൽ ഇത് നടത്താനിരുന്നതാണ്. പക്ഷേ ഇത് പ്രശ്നമുണ്ടാവും എന്ന് പോലീസുകാർ മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഇത് കുറേയും കൂടി മാറ്റി ഒരു ഗ്രാമത്തിൽ സെറ്റ് ചെയ്യുമായിരുന്നു. ഈ വേദിയും കാര്യങ്ങളുമൊക്കെ കുറേയും കൂടി സേഫ് ആയിരിക്കും എന്ന് തോന്നിയൊരു സ്ഥലത്തേക്കാണ് ഇത് വേദി മാറ്റിയിട്ടാണ് ചെയ്തത്. ഇയാളെത്താനായിട്ട് വൈകി 6 മണിക്കൂറായിട്ട് അവിടെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയ പ്രവർത്തകർന്നൊന്നും പറയാനില്ല, ഒരു നടനെ കാണാനുള്ള കൊതി, അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനം. അവർ കൊടിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ അടുത്ത് വിജയനെ ഒന്ന് കാണാമല്ലോ. അതെ, എന്ന് വിചാരിച്ചിട്ട് ഇത് തുടക്കമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഒരു 7:45 അടുത്തൊക്കെ ഈ പ്രശ്നം തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഒന്ന്, 9 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണാതായി. അപ്പോൾ കാണാതായി കഴിഞ്ഞപ്പോൾ കുടുംബക്കാരുമൊക്കെ ഇടപെട്ടിട്ട് കുഞ്ഞ് അവസാനം ഉണ്ടായിരുന്നത് ഇവിടെയാണെന്ന് പറയുക. എന്നിട്ട് ആ കുഞ്ഞ് അവസാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ട് ഈ തിരക്കിൽ നിൽക്കുന്ന ആളുകൾ മുഴുവനുണ്ടല്ലോ, ആൾക്കൂട്ടം മുഴുവൻ ഒരു ദിശയിലേക്ക് ഇങ്ങനെ തിരിയുക, അവിടേക്ക് അല്ലേ, ആ ഭാഗത്തേക്ക് തിരിയുക. അങ്ങനെ ഒരു പ്രശ്നം ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് എല്ലാവരും വിജയെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതിന് ഒരു പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയും ബഹളവും ആ കുട്ടി എവിടെ എന്നൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. ഒന്ന്. രണ്ടാമത്തത് പറയുന്നത് ഈ വിജയുടെ ഒരു ബസ് പോലത്തെ സംഗതിയാണല്ലോ പുള്ളി കൺവെർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു മരത്തിൻ്റെ മുകളിൽ ആളുകൾ കയറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്ക് കൂടി ബഹളമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ മരക്കൊമ്പ് പൊട്ടിയിട്ട് അതിലുണ്ടായിരുന്ന ആളുകൾ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ മേലിലേക്ക് വീണു. അപ്പോൾ ആൾക്കൂട്ടത്തിൽ പ്രശ്നമായല്ലോ, വലിയ തിക്കും തിരക്കുമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമൊക്കെ വേണമല്ലോ. അങ്ങനെ ഈ സ്റ്റാമ്പീഡ് ഉണ്ടായി എന്നാണ് പറയുന്നത്. 2 കാരണങ്ങൾ. മരത്തിൻ്റെ കാര്യമൊക്കെ ഇന്ന് പുലർച്ചെയാകുമ്പോൾ വന്നിട്ടുണ്ട്, മരക്കൊമ്പ് പൊട്ടിയതുമൊക്കെ. ഞാൻ ഈ വീഡിയോ കണ്ടതാണ്. വീഡിയോയിൽ പക്ഷേ ഈ വിജയ് പ്രസംഗിക്കുമ്പോൾ തന്നെ ഒരു ആംബുലൻസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. അത് സംശയാസ്പദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി സർക്കാരിൻ്റെ എന്തെങ്കിലും കൈ, അതായത് ഇയാളെ ശരിപ്പെടുത്തണമല്ലോ, പൊളിക്കണം. അപ്പം അതുകൊണ്ട് അകാരണമായിട്ടൊരു ആംബുലൻസ് അങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം അതുകൊണ്ട് ഉണ്ടായോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അതൊക്കെ അന്വേഷണത്തിലും വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ തിരക്കിലെ ആളുകൾ, വോളണ്ടിയേഴ്സ്, നിങ്ങൾ അടുത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. കാരണം ഈ വേദിക്ക് ചുറ്റും ഒരു ബഫർ സോൺ ഉണ്ടാകണമെന്ന് കണ്ടീഷൻ ഉണ്ടായിരുന്നു, പോലീസ് ഉപാധി വെച്ചിരുന്നു. പക്ഷേ ഈ വിജയ് നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒരു ബഫർ സോൺ ഉണ്ടായിരുന്നില്ല. ആളുകൾ ഇങ്ങനെ അടുത്തേക്ക് പോകുന്നു. ഒരു ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു, അത് തകർത്തു. അപ്പോൾ ആ തിരക്കിൽ ധാരാളം പേര് ബോധം കെട്ട് വീണു. ഈ നാമക്കല്ല് 5 പേര് ബോധം കെട്ട് വീണിരുന്നു. ഇതിന് മുമ്പ് ഒരു ചടങ്ങ് നടന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെയും 5 പേര് ബോധം കെട്ട് വീണിരുന്നു.
അപ്പോൾ ഇവിടെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ബോധം കെട്ട് വീണവരുടെ മുകളിൽ കൂടിയാണ് പിന്നെ ആളുകൾ ഓടിയത്. അങ്ങനെയാണ് ഈ ആളുകൾ മരിക്കുന്നതും ഒക്കെ. അപ്പോൾ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയും കൂടി ഉത്കണ്ഠ ഈ ആൾക്കൂട്ടത്തിലുള്ളവർക്ക് കൂടുകയാണ് ചെയ്തത്. ഈ വോളണ്ടിയേഴ്സിനോ അതുപോലെ പോലീസിനോ ഒന്നും ചെയ്യാൻ പറ്റാത്തവണ്ണം ശരീരത്തിൽ കൂടി മറ്റുള്ളവർ കയറി ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ പ്രസംഗം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് കാണാം. ഈ കുട്ടിയെ കാണാതാവുന്നുണ്ടല്ലോ, ആ സമയത്ത് പ്രസംഗം എന്ന് വിജയ് നിർത്തുന്നുണ്ട്. പോലീസ് പ്ലീസ് ഹെൽപ്പ് എന്ന് വിജയ് പറയുന്നതൊക്കെ കാണാം, ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്നുള്ളത്. എന്നിട്ട് ഈ സ്റ്റാമ്പീഡ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വിജയ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ വെള്ളക്കുപ്പികളുണ്ടല്ലോ, കുടിനീർ, അതിൻ്റെ കുപ്പികൾ ഈ ആൾക്കൂട്ടത്തിലേക്ക് വലിച്ചെറിയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ കണക്കിനുമപ്പുറം ആളുകൾ ഉണ്ടായിരുന്നു. 10,000 പേര് വരും എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ 60,000-നും 1,00,000-നും ഇടയ്ക്ക് ആളുകൾ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. അവർ നടന്നു വന്നവരുണ്ട്, ട്രാക്ടറിൽ വന്നവരുണ്ട്, ബസ്സിൽ വന്നവരുണ്ട്. ഇവരെല്ലാം സിനിമാ താരത്തെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇത് 1970-കളിൽ MGRന്റെ റാലികൾ ഉണ്ടായിരുന്നു ഇതുപോലെ. അതിന് വരുന്നതിന് തുല്യമാണ് ഈ വിജയെ കാണാൻ. കാരണം മുമ്പ് വിജയകാന്തിനെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ, കമലഹാസൻ, അതുപോലെയൊന്നും അല്ല ഇത്. ശരിക്കും ആളിനെ ഇളക്കി മറിക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടാണല്ലോ ഒരു ക്രിസ്ത്യൻ നേതാവ്, അതൊരു ഇഷ്യൂ ആണ് അതിൻ്റെ അകത്ത്. ഒന്നാമത് ഈ പ്രൊട്ടസ്റ്റന്റുകൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട്. ഈ കത്തോലിക്കരും ഒന്നുമല്ല, ഈ പെന്തക്കോസ്തുകാരും പ്രൊട്ടസ്റ്റന്റുകളും ഒക്കെയാണ് അവിടെ കൂടുതൽ. പിന്നെ പ്രവേശന കവാടങ്ങൾ, ശരിക്കും പ്രവേശന കവാടങ്ങൾക്കും ശ്വാസം മുട്ടി. എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും ഒക്കെ മര്യാദക്ക് വേണം എന്നൊക്കെ പോലീസ് പറഞ്ഞിരുന്നതാണ്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ബാരിക്കേഡുകളും പൊട്ടി. അപ്പോൾ അടുത്തേക്ക് ആളുകൾ ചെന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റാമ്പീഡിന് ശേഷം ആംബുലൻസിനും മര്യാദയ്ക്ക് അങ്ങോട്ട് എത്താനൊന്നും പറ്റിയില്ല. പിന്നെ ഈ വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടി മനുഷ്യ ചങ്ങല തീർത്ത ശേഷമാണ് ആംബുലൻസിന് അങ്ങോട്ട് കിടക്കാനായത്, പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ. കരൂരിലെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി, ജില്ലാ ആശുപത്രി, ഈറോഡ് ആശുപത്രി, തിരുച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, അവിടെയൊക്കെയാണ് കൊണ്ടിട്ടത്. 500 പേരെയൊക്കെ ഇനിയും ചികിത്സിക്കാനുണ്ട്. മരണസംഖ്യ ഇനിയും കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് വെളിച്ചം വെളിയേറ് എന്നായിരുന്നു ഈ റാലിയുടെ പേര്. അതെന്താണെന്നറിയോ? ബൈബിൾ വചനമാണ്. ലെറ്റ് ദർ ബി ലൈറ്റ് എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുമല്ലോ. കർത്താവ് മറ്റേ ഉണ്ടാക്കുമല്ലോ, മനുഷ്യരെയും ഭൂമിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ദർ വാസ് മറ്റേ ലെറ്റ് ദർ ബി ലൈറ്റ്, ദൈവം പറഞ്ഞു പ്രകാശമുണ്ടാകട്ടെ. ആ വാചകമാണ് എടുത്തിരിക്കുന്നത്. അപ്പം മതപരമായ സംഭവങ്ങളും കൂടി അതിൻ്റെ അകത്ത് അന്തർധാരയായിട്ട് കിടപ്പുണ്ട്. ലെറ്റ് ദർ ബി ലൈറ്റ് എന്നാണ്. ഉഷസ്സായി, സന്ധ്യയായി എന്നൊക്കെ ബൈബിളിൽ ഈ ഭാഗം നമുക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റും. നല്ല വാചകങ്ങളാണ് അത്. അപ്പോൾ ഈ പോലീസ് മുന്നറിയിപ്പിന് ശേഷമാണ് വേദി മാറ്റിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വേലു സമയപുരമാണ് സേഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ മുതിർന്ന ഈ TV-K വിജയുടെ പാർട്ടിയുടെ, ഇയാൾ വൈകിയാണല്ലോ വന്നത്, മുതിർന്ന നേതാക്കളൊക്കെ പ്രസംഗിച്ചിരുന്നു. പ്രധാനമായിട്ടും ബസി ആനന്ദ്, കെ രമേശ് വേറൊരു പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ള ആളാണ്. അപ്പോൾ പോലീസ് ചില ഉപാധികൾ വെച്ചിരുന്നു. റോഡ് ഷോ പാടില്ല, നടനെ കാണാൻ അപ്പോൾ ആൾ കൂടുമല്ലോ. LED എന്താണ് ലൈറ്റുകൾ ഈ കാണിക്കുന്ന ഒന്നും പറ്റില്ല. LED സ്ക്രീനുകൾ പാടില്ല. പല വേദികൾ പറ്റില്ല. ഒരു സ്ഥലത്ത് തന്നെ നിന്നോളണം. വേദിക്ക് ചുറ്റും ബാരിക്കേഡ് വേണം. പിന്നെ എക്സിറ്റ് എൻട്രി അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേണം. ഇതൊക്കെ പറഞ്ഞിരുന്നു. ഇതൊന്നും പാലിച്ചിട്ടില്ല. വോളണ്ടിയേഴ്സ് അടുത്തടുത്ത് പോയി കണ്ടോളൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ആളുകൾ തിക്കി തിരക്കി മുമ്പോട്ട് പോയി. അപ്പോൾ ഇത് ഈ ബസി ആനന്ദ് പിന്നീട് പറഞ്ഞു, ഇത് വിജയ് അണ്ണാവോട് മറ്റേ അയാളുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് പറഞ്ഞു. 51 വയസ്സാണ്
വിജയ് അണ്ണാക്ക് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10% വോട്ട് കിട്ടിയിരുന്നു. ഒട്ടും മോശമല്ല. കാരണം BJPയുടേതിനേക്കാൾ തുടക്കം തന്നെ ഇതിന് ഒരു പിന്തുണയുള്ളതുപോലെ കാണുന്നുണ്ട്. 2 അക്കത്തിലൊക്കെ BJP വരുന്നത് വളരെ അപൂർവവും വൈകിയുമാണ്. അപ്പോൾ 1970കളിൽ ഇത് കഴിഞ്ഞിട്ട് വിജയ് അവിടെ നിന്നില്ല. പെട്ടെന്ന് കാറിൽ സ്ഥലം വിട്ട് തിരിച്ച് എയർപോർട്ടിൽ എത്തുന്നതൊക്കെ നമുക്ക് കാണാം വീഡിയോസ്. 1970കളിലെ MGR റാലി പോലെയാണിത്. മധുരൈ കോയമ്പത്തൂരിലുമൊക്കെ ഈ സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നു മുമ്പ് റാലി നടന്നപ്പോൾ. 2004 കുംഭകോണത്ത് ജയലളിതയുടെ ഒരു റാലിയിൽ ഇതുപോലെ തിക്കും തിരക്കുണ്ടായിരുന്നു. പക്ഷെ ആളുകൾ കൊല്ലപ്പെടുകയൊന്നും ചെയ്തില്ല. 2019 പുതുക്കോട്ടയിൽ ജല്ലിക്കെട്ട് ഇതുപോലെ പ്രശ്നമുണ്ടായി. അന്നും 3 പേര് കൊല്ലപ്പെട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ ഈ സ്ഥലത്ത് ഈ വേലൂർ സമയപുരത്ത് ഒരു അമ്മ 12 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞതായിട്ട് വിവരണങ്ങളിൽ കാണുന്നുണ്ട്. വിജയ് സാറിനെ കാണാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിപ്പോൾ മൗനവും കൊണ്ടാണ് മടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വിജയ് വലിയ രീതിയിൽ ആൾക്കൂട്ടത്തിനെ സൃഷ്ടിച്ചു. പക്ഷേ ഈ ഒരു ദുരന്തം അയാൾക്ക് അത്ര നല്ലതല്ലാത്ത ഒരു തിരിച്ചടി ഉണ്ടാക്കും അല്ലേ? അങ്ങനെ ഇത് തിരിച്ചടിയാണ്. അതായത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറൊരു തരം കലയാണത്. അതിൻ്റെ അകത്ത് എല്ലാ തരം പരിപാടികളും തരികിടകളും എല്ലാ ഗുണ്ടായുസവും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ അരാജകത്വം ഇങ്ങനെ. ഇതിപ്പോൾ വിജയ് ഉയർന്നു വരുന്നത് തടയേണ്ട ആവശ്യം DMKക്ക് ഉണ്ട്. അപ്പോൾ DMK ഇങ്ങനൊരു അവസരത്തിന് കാത്തു നിൽക്കുകയായിരുന്നു എന്ന് സ്റ്റാലിൻ്റെ പ്രതികരണങ്ങൾ കണ്ടാലും നമുക്ക് തോന്നും. വല്ലാത്ത വാർത്തകളാണ് കരൂരിൽ നിന്ന് വരുന്നത് എന്നൊക്കെ ആദ്യമേ അങ്ങേര് പറഞ്ഞു. മറ്റ് നേതാക്കളുമൊക്കെ ഏതാണ്ട് ഇതേ വർത്തമാനം പറഞ്ഞിരുന്നു. BJP ഉൾപ്പെടെ തന്നെ വിജയിയെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ പ്ലാൻ ചെയ്ത പോലെ ഇപ്പോൾ പ്രശാന്ത് കിഷോർ വന്നിട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊടുത്തു വിജയ്ക്ക്. അത് പ്രശാന്ത് കിഷോർ പ്ലാൻ ചെയ്യുമ്പോൾ ഗുണ്ടായിസം അരാജകത്വം ഇതിൻ്റെ പ്ലാനിങ് പറ്റില്ലല്ലോ. ഇല്ല, ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അതിജീവിക്കാനുള്ള മാർഗം അറിയില്ല. മറ്റേ തന്ത്രങ്ങളൊക്കെയാണല്ലോ ഈ പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ വലിയ തിരിച്ചടിയാണ് വിജയ്ക്ക് നേരിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഒന്നാമത് ഒരു സഖ്യകക്ഷി വിജയിക്കില്ല. ഒരു സഖ്യകക്ഷി ഇവിടെയൊക്കെ വേരോട്ടമുള്ളൊരു സഖ്യകക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇവർ കൈകാര്യം ചെയ്തേനെ. ഇത് വേരില്ലല്ലോ, വേരില്ല. ഒരു താരത്തെ കാണാനാണ് ആളുകൾ വന്നിരിക്കുന്നത്. താരത്തിൻ്റെ കാല് ഭൂമിയിൽ തൊട്ടിട്ടില്ല. പ്രസംഗമൊക്കെ വളരെ മോശമാണ്. പ്രസംഗമൊന്നും അറിയില്ല. വെറുതെ ആളുകളെ സിനിമ മുഴുവൻ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ചിലരുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമലഹാസനെ പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ റാലിയിലൊക്കെ. അപ്പോൾ ഈ രീതിയിലൊക്കെയാണത് മുമ്പോട്ട് പോകുന്നത്. ഒരു വാചകം പറയും, ആളുകൾ കൈയടിക്കും, ഇങ്ങനെ. അതല്ലാതെ രാഷ്ട്രീയമൊന്നും പറയുന്നതായിട്ടൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതിനു മുമ്പത്തെ ഇയാളെങ്ങനെയുണ്ട്, പൊളിറ്റിക്സ് അറിയാമോ എന്ന് നോക്കിയപ്പോൾ പൊളിറ്റിക്സ് ഒന്നും അറിയില്ല. അവിടെ ഈ സിനിമാ പ്രാന്തണ്ടല്ലോ, സിനിമക്കാര്, ജനങ്ങൾ ആവേശം മുതലെടുക്കാൻ. ഞാൻ ഒരു സംഭവം പറയാം. അണ്ണാദുരൈ ഈ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണല്ലോ MGRനെ കൂട്ടുപിടിക്കുന്നത്. DMK ഉണ്ടായിരുന്ന കാലത്ത് CN അണ്ണാദുരൈ, പെരിയോർ ഇപ്പോൾ ഉള്ള ആളുകൾ, CN അണ്ണാദുരൈ MGRനെ ചെന്ന് കണ്ടപ്പോൾ എത്ര പൈസ ഞാൻ തരേണ്ടി വരും എന്ന് അണ്ണാദുരൈയോട് ചോദിച്ചു. MGR എനിക്ക് ഒരു പൈസയും വേണ്ട, ഒന്നോട് മൂഞ്ചി പോതും. അതായത് മുഖം മതി, അതാണ് വാല്യൂ അല്ലേ? അതാണ് മൂല്യം എന്ന് പറയുന്നത്. ആ മൂഞ്ചിക്ക് വേണ്ടിയാണ് ഈ ആളുകൾ അവിടെ പോയത്. അതിൻ്റെയാണ് ഈ കണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.